നാഥ നീ വരും കാലൊച്ചകേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഞങ്ങൾ 17 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകൂടാൻ പോകാണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇവിടുന്ന് പഠിച്ചു പോയ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇവിടുന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു പോയ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് 2 നില കൂടി വന്നിട്ടുണ്ട്. അതുപോലെ ലിഫ്റ്റുകളായി, അതുപോലെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂമുകളായി, ക്ലാസ് റൂമായി തന്നെ ജനലൊക്കെ വെച്ച് അടച്ചുറപ്പുള്ളതാക്കി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ മുറ്റത്തെ മാവിൻ്റെ എന്താ പറയുക സൈഡൊക്കെ തറ കെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ടീച്ചേഴ്സ് എല്ലാവരും വന്നു. അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദിവ്യയാണ് ഇന്ന് പരിപാടി ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ദിവ്യ ആദ്യമായിട്ട് ലത ടീച്ചറെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രിൻസിപ്പൾ ആയിരുന്നത് ലത ടീച്ചറായിരുന്നു. അപ്പോൾ ലത ടീച്ചറെ ഫ്ലവർ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും കൂടിയായിരുന്ന സുപ്രിയ മാഡത്തിനെയും കൂടിയിട്ട് നമ്മൾ ഫ്ലവർ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ടീച്ചേഴ്സിനെയും ഫ്ലവർ കൊടുത്ത് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അവിടെ ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ടീച്ചേഴ്സ് കുറച്ച് പേര് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ ഫ്ലവർ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടി ഒത്തുകൂടണം എന്നുള്ളത്. പക്ഷേ കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് പേരെ കാണാനും വിശേഷങ്ങളൊക്കെ അറിയാനും എല്ലാവരും സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെ കണ്ടപ്പോഴും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇപ്പോഴും നമ്മുടെ പേരുകളൊക്കെ ഓർത്ത് വെക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മളെ മാത്രമല്ല കേട്ടോ, അതിന് മുമ്പ് പഠിച്ചു പോയ പല ബാച്ചുകളുടെയും ഗെറ്റ് ടുഗദറിലും ടീച്ചേഴ്സിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു പേരുകളെന്ന് ടീച്ചർമാർ തന്നെ പറയുണ്ടായിരുന്നു. അങ്ങനെ പരിപാടി നമ്മൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ വിളക്ക് കൊളുത്തി എന്താ പറയുക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ചെറിയൊരു ബ്രീഫായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറേ അങ്ങോട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നവർക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് മെയിൻ പാട്ടുകൾ മാത്രമേ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പരിപാടി ഒന്ന് കണ്ടിട്ട് വന്നാലോ. പടി കണ്ടിട്ടില്ല. അധ്യാപകർ പ്രത്യേകിച്ച് പറയാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഓരോ വിളികളും ഞങ്ങൾ ആകാംക്ഷയോടെ ആഗ്രഹിക്കുന്ന വിളികളായിട്ട് 2006 അധ്യാപികയായിട്ട് കുറച്ച് മണിക്കൂറുകൾ നമുക്ക് പഠിച്ച് ചെലവഴിക്കാം. എൻ്റെ കൂട്ടുകാരോടൊപ്പം, എൻ്റെ മക്കളുടെ ഒപ്പം. വയസ്സ് 62 ആയിട്ടുള്ളൂ. കാര്യം 10 പേർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു വർഷം ജനിച്ച കുട്ടികളാണ് ഇപ്പോൾ +2 ആയിരിക്കും. ഒരു 4 വർഷം വരെ ജൂലൈ 18 അമ്മയെ വിളിക്കരുത്. ഞാൻ 15-ാം ദിവസത്തെ കാര്യം ഞാൻ ഓർമ്മിക്കാൻ പാടില്ല. നമുക്ക് മാർഗം വെച്ചിട്ട് കുട്ടിയായിട്ട് വരാനും അവരെ കാണാനും പിന്നെ കുറെ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. എല്ലാവരും അന്വേഷണം അറിയില്ല. വളരെ സന്തോഷം. എല്ലാവരും സന്തോഷം കൂടിയാണ്. എൻ്റെ ഓർമ്മയിൽ കുറെ നല്ല കുട്ടികളാണ് ഇവിടുന്ന് പഠിച്ചു പോയവരെങ്കിലും
പ്രത്യേകം രണ്ട് മക്കളും പുറത്താണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുള്ള ഒരു കാര്യം, വിളിച്ചു വെച്ചപ്പോഴാണ് വേറൊരു പരിപാടി വന്നു വിട്ടത്. അത് നിർഭാഗ്യവശാൽ മാറിപ്പോയി. അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കിടക്കുകയാണ്. പുതുവർഷ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിദ്യാർത്ഥികളെല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്ന് രണ്ട് ഗെറ്റ് ടുഗദർ ഇവിടെ മുമ്പ് നടക്കേണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഡെന്നിയും അജിത്തും കൂടി എന്നെ വിളിച്ചു വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരണമെന്നൊന്നുമില്ല, ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ എന്തായാലും അവിടെ വീട്ടിൽ വരും എന്ന് പറഞ്ഞപ്പോ എന്നാൽ ശരി വരൂ. അങ്ങനെ നേരിട്ട് വന്ന് ക്ഷണിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ വെറ്റുകതറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു തവണ എന്തായാലും പോകണം. അതിന് ഇതുവരെ ഒന്നിനും പങ്കെടുക്കാത്തതല്ലേ. അതെന്തായാലും അവര് അന്ന് പറഞ്ഞിരുന്നു കുറച്ചു പേരൊക്കെ പുറത്തുണ്ട്, അവരൊക്കെ ഇതിനായിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് പേര് ഓർമ്മിക്കാനുള്ള കഴിവ് തീരെയില്ല. ലത ടീച്ചർക്കും പീന ടീച്ചർക്കുമാണ് നമ്മുടെ ടീച്ചേഴ്സില് ഏറ്റവും കൂടുതൽ പേരുകൾ ഓർമ്മിക്കാനുള്ള കഴിവ്. അപ്പൊ അവർക്കാണ് അതിന്റെ ക്രെഡിറ്റ്. എല്ലാവരുടെ പേര് അവർ ഓർത്ത് പറയും. എനിക്ക് അത് തീരെയില്ല. ഒരു വിദ്യാർത്ഥികൾക്കും എൻ്റെ നമസ്കാരം. എനിക്ക് കുറച്ച് നാളായി സുജിത്ത്, അജിത്ത് അവരൊക്കെ എന്നെ ഫോൺ ചെയ്തായിരുന്നു. ടീച്ചർ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ജനുവരി 5 എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. മിക്കവാറും കുറേ കുട്ടികളുമായിട്ട് തന്നെ കോൺടാക്ട്. ഇപ്പം എല്ലാവരെയും കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. എല്ലാവരും നല്ല ഉയരങ്ങളിലെത്തട്ടെ. ഓർത്തിനൊക്കെ ഒത്തിരി നന്ദി. താങ്ക് യു. കൂടെ ഇല്ലാതെ പോയ 2 ചേച്ചിമാരാണ്. പിന്നെ എൻ്റെ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചറിന് ഓർമ്മ ഉണ്ടാവില്ല, മാഗിനെ ദിവ്യൊക്കെ എന്നും നമ്മുടെ ക്ലീനിങ് അല്ലേ, എന്ത് പണി പറഞ്ഞാലും ആ കുട്ടികൾ ചെയ്യായിരുന്നുണ്ടോ. എനിക്കിപ്പോ ഇപ്പോഴത്തെ കുട്ടികളുടെ ആരെങ്കിലും ആ കുട്ടികളൊന്ന് ചെയ്ത് സങ്കടം തോന്നും. ശരിക്കും അവർ ഒന്നിനും മടിയില്ല അല്ലേ. ക്ഷണിക്കാനായിട്ട് ഡെന്നി വീട്ടിൽ വന്നപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഡെന്നിയുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ അവരെ കൂടെ ഒരുമിച്ചാണ് വന്നത്. അപ്പം എനിക്ക് അത്ഭുതമായി. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മമ്മി ഡെന്നിനെ അവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞു 99 വരെ ഞാൻ വരുന്നു. അപ്പൊ ഇത് നേരത്തെ തന്നെ ഇറക്കി. അപ്പൊ എനിക്ക് നാഥ
ചാമരം വീശി നിൽപ്പൂ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ ഈളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എൻ്റെ മനം തുടിക്കാൻ ഈളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എൻ്റെ മനം തുടിക്കാൻ കാണാതെ വന്നിപ്പോൾ ചാരത്തണയുകിൽ എന്തു പറഞ്ഞെടുക്കാം നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകവീതിയിൽ പക്ഷികൾ തോവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. അങ്ങനെ നമ്മുടെ ലത ടീച്ചർ അതിഗംഭീരമായി തന്നെ ടീച്ചറെ അതേ ശബ്ദമാധുര്യത്തിൽ എന്നെ പാടി അടിപൊളിയാക്കി. ഇനി നമ്മൾ സെൽഫ് ഇൻട്രഡക്ഷനാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെ നമ്മുടെ ഫാമിലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത്. ടീച്ചർമാർക്ക് അറിയില്ലല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇവിടെ എന്താ ജോലി ചെയ്യുന്നത്, ഇപ്പോൾ എവിടെ താമസിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ പേഴ്സണൽ വിവരങ്ങളായത് കാരണം അത് ഷെയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മ്യൂട്ടാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ഒഫീഷ്യലായിട്ടിവിടെ അവസാനിച്ചു. ഇനി നമ്മുടെ മേഘന എല്ലാവർക്കും ലോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നാണ് ടീച്ചർ പറയുന്നത്. 1-2 പേരൊക്കെ ചിലപ്പോൾ മിസ്സിങ് ആവാറുണ്ട്. അപ്പോൾ പക്ഷേ ടീച്ചേഴ്സിൻ്റെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ വകയാണ്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായിരുന്നു, അതൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഇതുപോലെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭംഗിയായിട്ട് പരിപാടി അവസാനിച്ചു. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഫിസിക്കലി എത്താൻ പറ്റാതിരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, പക്ഷേ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ച കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുമ്മാ നമ്മുടെ ഡാൻസ് ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. 17 വർഷം മുമ്പ് നമ്മൾ എല്ലാവരും ഗ്യാങ് കൂടി ഡാൻസ് കളിച്ചിരുന്നവരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊന്ന് പൊടി തട്ടിയെടുത്ത് അടിപൊളിയാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2-3 മണിക്കൂർ നമ്മൾ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചില്ല, നമ്മൾ നല്ല പോലെ എൻജോയ് ചെയ്തു. അങ്ങനെ അവിടുന്ന് പടി ഇറങ്ങുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. എന്നാലും അടുത്ത കൊല്ലം വീണ്ടും നമുക്ക് ഇതിലും ഗംഭീരമായി എല്ലാ ഫ്രണ്ട്സിനെയും മിസ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനെയും കൂടി കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവിടുന്ന് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.